നമസ്കാരം. ഞാൻ കലാശാല മുരളി. 2026 മെയ് 31 മുതൽ ജൂൺ 6 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ധനുക്കൂറിന്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത്. ധനുക്കൂർ എന്ന് പറയുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. കർമ്മരംഗത്ത് കലഹത്തിനിടയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമല്ല. ബന്ധുക്കളുമായി കലഹിക്കും. ബന്ധുവിരഹം മൂലം മനക്ലേശത്തിനിടവരും. അപ്രതീക്ഷിത യാത്രകൾ ഉണ്ടാകും. പരദേശാഗമനത്തിന് സാധ്യത. യാത്രയിൽ ധനനഷ്ടം വന്നു ചേരും. തസ്കര ശല്യം സൂക്ഷിക്കണം. അപകടങ്ങളിൽ ഒടിവ്, ചതവ് എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വന്തമായി വാഹനം ഉപയോഗിക്കുന്നവരും ഒക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും യാത്രയിൽ വളരെയധികം ശ്രദ്ധയുണ്ടാവുകയും വേണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സഹോദര ഗുണമുണ്ടാകും. അയൽബന്ധങ്ങൾ ദൃഢമാകുമെങ്കിലും ചില തർക്കങ്ങളൊക്കെയും വന്നു ചേരും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഈ ആഴ്ചയുടെ മധ്യത്തിൽ ഈ അനുഭവങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകും. കിട്ടാക്കടം തിരികെ ലഭിക്കും. ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സാമ്പത്തിക ബാധ്യതകളൊക്കെയും മാറി നല്ല അനുഭവങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അല്പസ്വല്പം തർക്കങ്ങൾ ഉണ്ടാകാനും അതിന് കാലതാമസം നേരിടാനുമുള്ള സാധ്യതയുണ്ട്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ലോണുകളും മറ്റും അതിന്റെ തടസ്സം മാറി കാര്യസാധ്യം ഉണ്ടാകും. കോടതി വ്യവഹാരങ്ങളിൽ കിടന്നിരുന്ന കേസുകളൊക്കെയും അനുകൂലമായി മാറും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. അകന്നു നിന്നിരുന്നവരൊക്കെയും അടുക്കും. വാഹന ഇടപാടിൽ നേട്ടങ്ങളൊക്കെയും വന്നു ചേരും. തർക്കങ്ങളിൽ കിടന്നിരുന്ന പിതൃസ്വത്തുക്കളും മറ്റും തിരികെ ലഭിക്കും. കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെയും പരിഹരിക്കപ്പെടും. അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരാഴ്ചക്കാലത്തെ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും ഒരു പരിധിവരെ പരിഹാരം കിട്ടാൻ ദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും ലളിതാ സഹസ്രനാമാർച്ചനയും ഒക്കെ നടത്തി പ്രാർത്ഥിച്ചാൽ ചീത്ത അനുഭവങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.